വെൽക്കം ബാക്ക് ടു പച്ചക്കുതിര. 32,000 രൂപയ്ക്കുള്ള ഫർണിച്ചർ സ്വന്തമാക്കിക്കൊണ്ട് ഡോക്ടർ മകളും എന്നോടൊപ്പമുണ്ട്. കൂടെ വന്നവരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ? എന്റെ അനിയനാണ് മിസ്റ്റർ ജോർജ് വർഗീസ്. നമസ്കാരം. മറ്റേത് അലൻ ജോർജ്, അദ്ദേഹത്തിന്റെ മകൻ. അലൻ, നമസ്കാരം. ആൻ റോസ് മകളാണ്, പുള്ളിയുടെ മകൾ. ഓ, ആൻ പഠിക്കുകയാണോ? അതെ, ബിടെക്കിന് പഠിക്കുന്നു. ബിടെക്കിന് പഠിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പച്ചക്കുതിര. ഒരു ഹോക്കി പന്തിന്റെ ഭാരം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. പച്ചക്കുതിര, ഓപ്ഷൻസ് പ്ലീസ്. എ 96 മുതൽ 103 ഗ്രാം വരെ, ബി 156 മുതൽ 163 ഗ്രാം, സി 196 മുതൽ 203 ഗ്രാം, ഡി 216 മുതൽ 223 ഗ്രാം. യുവർ ടൈം ബിഗിൻസ്. ഇത് 64,000 രൂപയ്ക്കുള്ള ചോദ്യമല്ല, അതിനേക്കാൾ കൂടുതൽ എമൗണ്ടിനുള്ള ചോദ്യമായിട്ടാണ് തോന്നുന്നത്, അല്ലേ? ബി 156 മുതൽ 163 ഗ്രാം വരെ. ഇനി നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ സമയമില്ല. ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. ഓപ്ഷൻ ബി 156 മുതൽ 163 ഗ്രാംസ്. വെയ്റ്റ്സ് ബിറ്റ്വീൻ 156 to 163. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? ഇതിന് കറക്കിക്കുത്തെന്നും പറയാൻ പറ്റില്ല. ഒരു ക്രിക്കറ്റ് ബോളിന്റെ തൂക്കം 5.5 ഔൺസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഏകദേശം അതിലും കുറവായിരിക്കും. അതിലും കുറവായിരിക്കും ഹോക്കിയുടെ. 5.5 ഔൺസ് എന്നാണ്. 5.5 ഔൺസ്. ഔൺസ് എന്ന് പറയുമ്പോൾ വെയിറ്റുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? 16 ഔൺസ് ഒരു പൗണ്ട്. ഔൺസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് വോളിയം അല്ലേ? അതെ, വോളിയം. അല്ല, വോളിയം അത് രണ്ടുമുണ്ട്. പൗണ്ടായിട്ട്, വെയിറ്റ് ആയിട്ടും പറയാം, വോളിയമായിട്ടും പറയാം. സാധാരണ നമ്മൾ ഔൺസ് എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാർ അന്നത്തെ കാലത്ത് അവർ ഈ വെയിറ്റും ഔൺസ്, പൗണ്ട് അങ്ങനെ പോവാം. ഫ്ലൂയിഡ് ഔൺസും ഉണ്ട്, അങ്ങനെ പറയാറുണ്ട്. 450 ഗ്രാംസ് അല്ലേ സാധാരണ ഒരു പൗണ്ട് എന്ന് പറയുന്നത്? ഒരു പൗണ്ട് 450 ഗ്രാംസ് ആണ്. അപ്പൊ ഞങ്ങൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അതിന്റെ ഫിസിക്സിൽ ഈ ബോൾ മുകളിലോട്ട് എറിഞ്ഞാൽ താഴോട്ട് വരുന്നത് അതിനപ്പം പ്രത്യേകം പറയും, അതിന്റെ വെയിറ്റ് പറയും. ആ ഓർമ്മയിലാണ് ഞാൻ ഈ 5.5 ഔൺസ് ആണ് പറഞ്ഞത്. 64,000 രൂപ സമ്മാനമായിട്ട് ലഭിച്ചു കഴിഞ്ഞു. അശ്വതിക്ക് എന്താണ് എന്നിട്ടും ടെൻഷൻ കൂടി വരുന്നത്? ഇനി കിട്ടാൻ പോകുന്ന എമൗണ്ടിന്റെ വലിപ്പം കൂടുന്നത് കൊണ്ടാണോ? അതല്ല, കിട്ടാൻ പോകുന്ന അടുത്ത ചോദ്യത്തിന്റെ 7 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. നീ 8, 9, 10 3 ചോദ്യങ്ങൾക്ക് മാത്രമേ ശരിയായ ഉത്തരം പറയേണ്ടതുള്ളൂ. അപ്പോ ഇനി അത് പറയാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് എന്റെ പ്രാർത്ഥന. ഇനി പറയാൻ സാധിച്ചില്ലെങ്കിൽ പോലും 7 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറഞ്ഞില്ലേ, വലിയൊരു നേട്ടമല്ലേ കൈവരിച്ചിരിക്കുന്നത്. സന്തോഷമായിട്ടിരിക്കുക. എന്താണ് ജീവിതത്തിൽ ഒരു അംബീഷനായിട്ട് കാണുന്നത്? ഒരു ചീഫ് ഡയറ്റീഷ്യൻ ആവാന്നുള്ളതാണ്. ഈ പ്രൊഫഷൻ തന്നെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. പക്ഷേ ഒരു ജോലി സാധ്യതയൊക്കെ വളരെ കുറഞ്ഞ ഒരു പ്രൊഫഷനല്ലേ? ഒരു ഹോസ്പിറ്റലിൽ 10 15 ഡോക്ടേഴ്സ് ഉള്ളപ്പോൾ ഒരു ഡയറ്റീഷ്യൻ അല്ലേ ഉണ്ടാവും? അല്ല, അങ്ങനെയില്ല. അത് ഓരോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഡയറ്റീഷ്യൻസ് വേണം. അങ്ങനെയുണ്ട്. ഏതായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 1,28,000 രൂപ സമ്മാനമായി ലഭിക്കേണ്ട ചോദ്യമാണ്. ഇതൊരു ഹേർഡിൽ കൂടിയാണ്. ശരിയുത്തരമല്ലെങ്കിൽ 64 എന്നുള്ളത് 32,000 ചുരുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതൊന്നും നമ്മൾ നോക്കുന്നേയില്ല. നമ്മൾ കൂടുതൽ ശക്തിയോടുകൂടി ആത്മവിശ്വാസത്തോടും കൂടി മുന്നോട്ട് തന്നെ. പച്ചക്കുതിര, 8ാമത്തെ ചോദ്യത്തിലേക്ക്. ഹോട്ടൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഉടമസ്ഥാവകാശം ആർക്കാണ്? പച്ചക്കുതിര, ഓപ്ഷൻസ് പ്ലീസ്. എ എയർ ഇന്ത്യ, ബി ITDC, സി ഇന്ത്യൻ റെയിൽവേസ്, ഡി ഷിപ്പിംഗ് മിനിസ്ട്രി. യുവർ ടൈം ബിഗിൻസ് നൗ. ഹോട്ടൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഉടമസ്ഥാവകാശമാണ് ചോദിക്കുന്നത്. ബി ITDC. ബി ITDC കൺഫേം ചെയ്യാം. ഇനി സമയമില്ല.
നമ്മൾ കൺഫേം ചെയ്യുന്നു. ബി ITDC. ഇതിലും കൺഫ്യൂഷൻസ് ഒരുപാടുണ്ടായിരുന്നു. ഏതൊക്കെ രീതിയിലാണ് ഡോക്ടർ ആലോചിച്ചത്? ഹോട്ടൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. ഹോട്ടൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് കേട്ടിട്ടില്ല. അതിൽ പിന്നെ ITDC ടൂറിസംകാരായതുകൊണ്ട് അവരുടെ ആയിരിക്കും എന്നുള്ളൊരു നമുക്ക് പച്ചക്കുതിരയോട് ചോദിക്കാം. കൂടുതൽ ആകാംക്ഷ ഡോക്ടർ താങ്ങുമായിരിക്കും, പക്ഷെ അശ്വതിക്കത് താങ്ങാൻ കഴിവുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പച്ചക്കുതിര ഏതാണ് ശരിയായ ഉത്തരം? സോറി, എയർ ഇന്ത്യയാണ് ശരിയായ ഉത്തരം. എയർ ഇന്ത്യയുടെ ഉടമസ്ഥതയിലാണ് ഹോട്ടൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് പച്ചക്കുതിര പറയുന്നത്. ഏതായാലും 7 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറഞ്ഞു. വളരെ നല്ല പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ തുടങ്ങി ഈ എപ്പിസോഡിന്റെ ഒരു അവസാന പകുതിയിലേക്ക് വരെ നീണ്ടുപോയ നല്ല മത്സരമായിരുന്നു. ഈ ഒരു ഹേർഡിൽ സമയത്ത് അതിന്റെ ഒരു ഉത്തരം തെറ്റിപ്പോയി എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ വളരെ നല്ല പ്രകടനമാണ്. ആദ്യത്തെ ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം പറയാൻ കഴിയാതെ ഒരുപാട് മത്സരാർത്ഥികൾ വിഷമിച്ച് പോകുന്നത് കാണേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. പക്ഷേ ഇത് എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി. രണ്ടുപേരും വളരെ നല്ല പ്രകടനമാണ്. വരാൻ കഴിഞ്ഞതിനും പങ്കെടുക്കാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം തോന്നുന്നു. വീണ്ടും കാണാം. ഓക്കെ, ഡോക്ടർ അശ്വതി വളരെ നന്ദി. നമസ്കാരം. 32,000 രൂപയ്ക്കുള്ള തോംസൺ ഹോം ഡിപ്പോ നൽകുന്ന ഫർണിച്ചറാണ് സമ്മാനമായിട്ട് നൽകുന്നത്. സന്തോഷപൂർവ്വം സ്വീകരിച്ചത്. അടുത്തതായി പച്ചക്കുതിരയുടെ മത്സരവേദിയിലേക്ക് എത്തുന്നത് ഒരു അതിഥിയാണ്. പ്രശസ്തനായ ഒരു സൈക്കോളജിസ്റ്റായ ഡോക്ടർ ബിപിൻ റോൾഡന്റും ഭാര്യ മായയുമാണ് ഇന്നത്തെ ആ അതിഥികൾ. ഞാൻ ബഹുമാനപൂർവ്വം അവരെ പച്ചക്കുതിരയുടെ മത്സരവേദിയിലേക്ക് ആനയിക്കട്ടെ. നമസ്കാരം ഡോക്ടർ മായ. നമസ്കാരം. വളരെ പ്രശസ്തനായ സൈക്കോളജിസ്റ്റാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. ഭാര്യ മായ കലാകാരിയാണ്. ഇതിനു മുമ്പ് തന്നെ TV പ്രോഗ്രാമിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതയാണ്. അപ്പൊ ഞാൻ ചോദിക്കാൻ പോകുന്നത് വളരെ ചെറിയ ചെറിയ ചോദ്യങ്ങളാണ്, ഡോക്ടർ ഉത്തരം തരേണ്ട ചോദ്യങ്ങൾ. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്കറിയേണ്ടത് മറ്റു വലിയ പല ചോദ്യങ്ങളാണ്. ഡോക്ടറുടെ സബ്ജക്റ്റിലുള്ള പല സംശയങ്ങളും എനിക്ക് ഒരുപാട് അറിയാനുണ്ട്, എനിക്കും പ്രേക്ഷകർക്കും. അപ്പൊ അത്തരം കാര്യങ്ങളായിരിക്കും കൂടുതൽ ചോദിക്കുക. ഇത് പച്ചക്കുതിര ചോദിക്കുന്ന ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസും വലിയ വലിയ സമ്മാനങ്ങളും ഉണ്ടാവും. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഈ പച്ചക്കുതിര എന്ന ഈ ഷോയിൽ തന്നെ ഞങ്ങൾ പങ്കെടുക്കാനുള്ളൊരു ഈ ഒരു ക്ഷണം ഇവിടുന്ന് കൈരളി TVയിൽ നിന്ന് പച്ചക്കുതിര ടീമിൽ നിന്ന് ലഭിച്ചതിന്റെ വലിയൊരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുക. 2 പ്രധാന കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ പച്ചക്കുതിര എന്ന് പറഞ്ഞ ഈ പേര്, അത് നമുക്ക് ഒരു ഐശ്വര്യം സമൃദ്ധിയൊക്കെ നൽകുന്നൊരു പേരാണ്. അപ്പോൾ സൈക്കോളജി ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും കലാമേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമെല്ലാം തന്നെ സമൃദ്ധിയിലേക്കാണ് നയിക്കുക. രണ്ടാമത്തെ പ്രധാന കാരണം, ഇത് നടത്തുന്നത് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള സിദ്ദിഖ് എന്ന ഒരു കലാകാരനാണ്. എനിക്ക് ചോദിക്കാനുള്ള ആദ്യത്തെ ചോദ്യം എന്താണ് ഡോക്ടർ, ഈ സൈക്കോളജിയും സൈക്കാട്രിയും തമ്മിലുള്ളൊരു വ്യത്യാസം? 2 പ്രധാന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു വ്യക്തിയുടെ മനസ്സ് എന്ന് പറയുന്നത്, അല്ല അവന്റെ ചിന്തകൾ, അവന്റെ ബ്രെയിനാണ് ഈ ഒരു മൈൻഡ് എന്ന് പറയുന്ന സംഭവത്തെ നമുക്ക് കൃത്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ബ്രെയിൻ ഫംഗ്ഷൻസ് ആണ് മൈൻഡിലേക്ക് എത്തുക. അല്ലെങ്കിൽ മൈൻഡ് എന്ന് നമ്മൾ പറയുന്ന എല്ലാം തലച്ചോറിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും ശാരീരികമായ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുന്ന പോലെ തന്നെ അവന്റെ ഉള്ളിൽ മാനസികമായ അസ്വസ്ഥതകളോ വിഷമങ്ങൾ, അല്ലെങ്കിൽ ഡിപ്രഷൻ, അല്ലെങ്കിൽ മറ്റോരോ തലങ്ങളിലുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ 2 മെത്തേഡിലൂടെ നമുക്കതിനെ പരിഹരിക്കാനായിട്ട് സാധിക്കും. സൈക്കാട്രി പറയുന്നത് നമുക്കത് രോഗങ്ങൾ വരുമ്പോൾ, മാനസികമായ അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ അതിനെ മെഡിസിൻ കൊടുത്തുകൊണ്ട് അതിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നു. സൈക്കോളജിയിൽ വരുമ്പോൾ അതിനെ സൈക്കോതെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ്, മറ്റ് സാങ്കേതികമായ കാര്യങ്ങളെല്ലാം കൂടെ വരുന്നു. എങ്ങനെ തോന്നുന്നു മായ, ഒരു കലാകാരിയായ മായക്ക് ഇങ്ങനെ ഒരു സൈക്കോളജിസ്റ്റിന്റെ കൂടെയുള്ള ജീവിതം വളരെ ഹാപ്പി ആയിട്ട് തോന്നുന്നു? അതോ? തീർച്ചയായിട്ടും വളരെ ഹാപ്പിയാണ്. ബിപിൻ സൈക്കോളജിസ്റ്റ് എന്നുപരി ഒരു നല്ല കലാകാരനും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. തീർച്ചയായും ബിപിൻ ഒരു നാഷണൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ പഠിച്ച കാലത്തൊക്കെ വലിയ നാടക നടനൊക്കെയാണ്. അഭിനയിക്കാനൊക്കെ നല്ല കഴിവുള്ള ആളാണ്. കുടുംബജീവിതത്തിൽ നല്ല അഭിനയം വേണം, അതാണ്. കുടുംബജീവിതത്തിൽ ഇതുവരെ അഭിനയിച്ച് ഞാൻ കണ്ടിട്ടില്ല. മായ ഇപ്പോ എന്തെങ്കിലും കലാപ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ?
ഞാൻ പഠിപ്പിക്കൽ മാത്രമേ ബേസിക്കലി ഞാനൊരു ടീച്ചറാണ്, ഹയർ സെക്കൻഡറി അധ്യാപികയാണ്, ഗണിതശാസ്ത്ര അധ്യാപികയാണ്. പിന്നെ ഞാൻ ഒരു അവതാരികയും കൂടിയാണ്. ഇത്രയും 2 കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോ പച്ചക്കുതിരയുടെ മത്സരത്തിന്റെ രീതികൾ അറിയാമല്ലോ അല്ലേ? തീർച്ചയായും. സമ്മാനമായിട്ട് 2 ഓപ്ഷൻസ് ആണുള്ളത്. ദുബായ് ഗോൾഡ് സൂക്ക് നൽകുന്ന സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായിട്ടുണ്ട്. തോംസൺ ഹോം ഡിപ്പോ നൽകുന്ന ഫർണിച്ചറും സമ്മാനമായിട്ടുണ്ട്. ഇതിലേതാണ് വേണ്ടത്? ഒരു മിനിറ്റ്. സ്വർണത്തിന് ഭയങ്കര വിലയായതുകൊണ്ട് ഇവിടുന്ന് എത്ര ക്വസ്റ്റ്യൻ ഉത്തരം പറയാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും സ്വർണം മതി. ഓക്കെ. അതിന്റെ വില അറിയാവുന്ന ആളോട് ചോദിച്ചാലാണല്ലോ അതിന്റെ ഒരു മൂല്യം കൃത്യമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അത് ഡോക്ടർക്ക് 1 സെക്കൻഡ് എന്ന് പറയേണ്ടി വന്നു. മായക്കത് വേണ്ടി വന്നില്ല. സ്വർണം മതി. കൃത്യമായിട്ട് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് പോലും ആലോചിക്കാതെയാണ് പറയുന്നത്. അപ്പോൾ 1000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിക്കേണ്ട ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ചെറിയൊരു കൊമേഴ്ഷ്യൽ ബ്രേക്ക് വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് വി ആർ ഗോയിങ് ഫോർ എ വെരി വെരി ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു പച്ചക്കുതിര. ഡോക്ടർ വിപിനും മായയുമാണ് എന്നോടൊപ്പം ഇന്ന് പച്ചക്കുതിരയുടെ മത്സരവേദിയിലുള്ളത്. ചോദ്യങ്ങൾ ചോദിക്കുന്നതിനും ഉത്തരങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതലായി മറ്റൊരുപാട് കാര്യങ്ങൾ നമുക്ക് ഡോക്ടറുമായി പങ്കുവെക്കാനുണ്ട്. അത്തരം കാര്യങ്ങൾ പ്രേക്ഷകർക്ക് അറിയേണ്ടത് തന്നെയാണ്. അതിനിടയിൽ ഞാൻ ചില ചോദ്യങ്ങളും ചോദിക്കും. അങ്ങനെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 1000 രൂപ സമ്മാനമായി ലഭിക്കേണ്ട ആദ്യത്തെ ചോദ്യത്തിലേക്ക്. പച്ചക്കുതിര, ആദ്യത്തെ ചോദ്യം. കാലിഡോസ്കോപ്പ് കണ്ടുപിടിച്ചത് ആര്? ഓപ്ഷൻസ് പ്ലീസ്. എ. എലി വൈറ്റ്നി, ബി. ജെയിംസ് വാട്ട്, സി. ഡെന്നിസ് പാപ്പിൻ, ഡി. ഡേവിഡ് ബ്രേവ്സ്റ്റർ. യുവർ ടൈം സ്റ്റാർട്സ് നൗ. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എങ്കിലും സാധ്യത തോന്നുന്നത് ഡി ആണ്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി, ഡേവിഡ് ബ്രേവ്സ്റ്റർ. ഡേവിഡ് ബ്രേവ്സ്റ്റർ. ഇനി സമയമില്ല, നമുക്കത് തന്നെ കൺഫേം ചെയ്തേ പറ്റുള്ളൂ. യെസ്. ഓപ്ഷൻ ഡി, ഡേവിഡ് ബ്രേവ്സ്റ്റർ. കാലിഡോസ്കോപ്പ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. ഒരു 3 ഗ്ലാസ് പീസ് ത്രികോണാകൃതിയിൽ വെച്ചതിന് ശേഷം അതിനൊരു മൾട്ടിപ്പിൾ റിഫ്ലക്റ്റിംഗ് കപ്പാസിറ്റി വന്നു കഴിഞ്ഞാൽ അത് കാണിക്കുന്നത് ഒരുപാട് അത്ഭുതങ്ങളാണ്. അത് കണ്ടുപിടിച്ചത് ആരാണ് എന്നതാണ് ചോദ്യം. രണ്ടുപേരും ഒത്തുചേർന്ന് പറയുന്നത് ഡേവിഡ് ബ്രേവ്സ്റ്റർ ആണെന്നാണ്. പച്ചക്കുതിരയോട് ചോദിക്കാം, ഏതാണ് ശരിയായ ഉത്തരം? ആദ്യത്തെ ചോദ്യത്തിന് തന്നെ ശരിയായ ഉത്തരമാണ് പറഞ്ഞത്. ഡി, ഡേവിഡ് ബ്രേവ്സ്റ്റർ തന്നെയാണ് ശരിയായ ഉത്തരം. നല്ല തുടക്കം കിട്ടി. ഇത്തരം കാഴ്ചകൾ, അല്ലെങ്കിൽ നമ്മളെ കണ്ണിനെ ആനന്ദിപ്പിക്കുന്ന, മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഇത്തരം കാഴ്ചകൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുമോ നമ്മുടെ ബ്രെയിനിന്? അല്ല, അതിന്റെ ബേസിക് റൂട്ട് എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ വഴിയായിട്ടാണ് നമുക്ക് ഇൻഫർമേഷൻസ് വരിക. ഇപ്പോൾ നമുക്ക് പലപ്പോഴും കുട്ടികൾ എന്ത് കാണുന്നു, ആളുകൾ എന്ത് വായിക്കുന്നു, ആളുകൾ ഏത് തരത്തിലുള്ള ആളുകളുടെ കൂടെ ഇടപഴകുന്നു, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ വഴി കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും ഒക്കെ നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷനാണ് ബ്രെയിൻ പ്രോസസ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നല്ലത് പറയുക, നല്ലത് കേൾക്കുക, നല്ലത് വായിക്കുക, നല്ലത് ചിന്തിക്കുക എന്നൊക്കെ പറയുന്നതിന്റെ തലം വരുന്നത് തന്നെ സ്വാഭാവികമായിട്ട് ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന ഇൻഫർമേഷൻ ബ്രെയിനിൽ ഫോം ചെയ്യപ്പെടുകയും നമ്മുടെ വ്യക്തിത്വത്തെ അത് സ്വാഭാവികമായിട്ട് തന്നെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നല്ല ചങ്ങാതികൾ ഇല്ലെങ്കിൽ തന്നെ, ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊക്കെ പറയുന്ന പോലെ അവരിലൂടെ പറയുന്ന വാക്കുകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ മോശം വാക്കുകൾ ഉപയോഗിക്കും. ഇത് അവരുടെ സ്വഭാവത്തിലെ വൈകല്യം ആവണമെന്നില്ല, അവരുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ള ചില വാക്കുകളായിരിക്കാം, ചില ചിത്രങ്ങൾ, ചില കാഴ്ചകൾ. അപ്പോൾ ഇവരേത് കാണുന്നു, ഏത് കേൾക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ അറിയണം ഇവരെന്താണ്, ഏത് തരത്തിലുള്ള കൂട്ടുകാരിലൂടെയാണ് പോവുക, ഏത് തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഇവർ വായിക്കുക, ഏത് തരത്തിലുള്ള ചാനൽ പ്രോഗ്രാം അല്ലെങ്കിൽ TV പ്രോഗ്രാമാണ് കാണുക, മറ്റെന്തെങ്കിലും ഇന്റർനെറ്റ് അഡിക്ഷനിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും എവിടെയാണ് എന്താണ് പാളിച്ചകളുള്ളതെന്ന് കണ്ടുപിടിച്ചാൽ ആരോഗ്യകരമായ വ്യക്തിത്വം ഈ കുട്ടിക്ക് ഉണ്ടാകാനുള്ള രീതിയിലുള്ള വഴികളിലേക്ക് വരെ നയിക്കാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. 5 വയസ്സുകാരി ഒലീവിയ ഒരു UKG സ്റ്റുഡന്റ് ആണ്. ആള് വന്നിട്ടുണ്ട്. ഹലോ ഒലീവിയ. ഹായ്. UKG-യിലാണോ പഠിക്കുന്നത്? അതെ. UKG A-യിലാണോ B-യിലാണോ? UKG F. UKG F-ലാണോ? ഏത് സ്കൂളിലാ? രാജഗിരി ക്രിസ്തു ജയന്തി കിൻഡർ ഗാർഡൻ സ്കൂൾ. രാജഗിരി ക്രിസ്തു ജയന്തി കിൻഡർ ഗാർഡൻ സ്കൂൾ, കാക്കനാട് അല്ലേ? വെരി ഗുഡ്. അങ്കിളുടെ മോളും അവിടെ പഠിക്കുന്നുണ്ട് 6th സ്റ്റാൻഡേർഡില്.
ഞാൻ ഇനി അവിടെ സ്കൂളിൽ വരുമ്പോൾ ഒലിവിയെ കാണാൻ വരാം കേട്ടോ. ഓക്കെ, ഹായ്. ബൈ. കുട്ടികളാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അല്ലേ? കുട്ടികളുടെ വളർച്ച, കുട്ടികളുടെ അവരുടെ സന്തോഷം അവരെ നല്ല രീതിയിൽ എത്തിക്കുക, അതിന് കഴിയട്ടെ എല്ലാവർക്കും എന്നാണ് എന്റെ പ്രാർത്ഥന. പാരന്റ്സിനെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തു. തീർച്ചയായും. എന്റെ ഫാദർ ആളുടെ റോൾഡൻ മാത്യു എന്നാണ് ആളുടെ പേര്. കൂടെ ഉള്ളത് മറ്റൊന്ന് മായയുടെ ഫാദർ മാത്യു എന്നാണ്. സാർ നമസ്കാരം. പിന്നെ കൂടാതെ എന്റെ ബ്രദറാണ് വിവിഷ് റോൾഡൻ. ആൾക്കൊരു പ്രത്യേകത, ആളൊരു ഏകദേശം 7 വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ആളാണ്. എന്നെ കാണുമ്പോൾ പലരും പറയാറുണ്ട്, ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമാ നടനെ നേരിട്ട് കാണുന്നതെന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് 7 വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ഒരു വ്യക്തിയെ നേരിട്ട് കാണുന്നത്. സാർ നമസ്കാരം. കൂടാതെ എനിക്ക് ചേച്ചിയുണ്ട്. അതുപോലെ മായയുടെ വീട്ടില് മായക്കൊരു ചേച്ചി, ഒരനുജത്തിയും. ഞങ്ങൾ രണ്ടുപേരെ അമ്മ വീട്ടില് ഇളയ കുഞ്ഞിനെയുമായിട്ട് വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് പേരക്കുട്ടികളെ ഓമനിച്ചുകൊണ്ട് വീട്ടിലിരിക്കാൻ സാധിക്കും. അവരവിടെ നോക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കും ഇപ്പോൾ ഷോയിലൊക്കെ വന്നേരം സഹകരിക്കാനൊക്കെ സാധിച്ചു. പേരൻസും പച്ചക്കുതിരയെ കുറിച്ച് പറഞ്ഞതേ വളരെ സന്തോഷവും വന്നു, കാരണം അവരിത് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയും ഒരു കണക്ഷൻ സന്തോഷമുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തീർച്ചയായും. ഓക്കെ, പച്ചക്കുതിര അടുത്ത ചോദ്യം. ക്രിക്കറ്റിലെ ബൌളിംഗിൽ ദൂസര എന്ന പ്രയോഗം കൊണ്ടുവന്ന സ്പിൻ ബൌളർ ആര്? ചോദ്യം ക്ലിയർ ആണല്ലോ? പച്ചക്കുതിര ഓപ്ഷൻസ്: എ ശ്രീശാന്ത്, ബി അനിൽ കുംബ്ലെ, സി സക്ലൈൻ മുഷ്താഖ്, ഡി ഇമ്രാൻ ഖാൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്തായാലും ശ്രീശാന്ത് അല്ല, ശ്രീശാന്ത് അതിലേക്ക് എത്തിയിട്ടില്ല. അനിൽ കുംബ്ലെ നല്ലൊരു സ്പിന്നറാണ്. അനിൽ കുംബ്ലെ ആയിക്കൂടെ ദൂസര എന്ന പ്രയോഗം കൊണ്ടുവന്ന? നോ, ഇതിൽ ദൂസര യെസ്, ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി സക്ലൈൻ മുഷ്താഖ്. കൺഫേം ചെയ്യാം? യെസ് യെസ്, കൺഫേം ചെയ്യാം. ഞങ്ങൾ കൺഫേം ചെയ്യുന്നു ഓപ്ഷൻ സി സക്ലൈൻ മുഷ്താഖ്. 2000 രൂപ സമ്മാനമായി ലഭിക്കേണ്ട ചോദ്യമാണ്. ഇമ്രാൻഖാൻ ആയിക്കൂടായിരുന്നോ ഡോക്ടർ? ഇമ്രാൻഖാൻ അല്ല, ഇമ്രാൻഖാൻ ഒരു ഓൾറൗണ്ടറാണ്. പക്ഷേ ദൂസര കുറച്ചുകൂടെ പ്രത്യേകമായ രീതിയിലുള്ളൊരു സിസ്റ്റമാണ്. അത് നമ്മൾ ഇന്ത്യയിൽ ക്രിക്കറ്റിൽ ഏറ്റവും നന്നായിട്ട് പ്രയോഗിച്ചിരുന്ന ഹർഭജൻ സിംഗ് ആണ്. ദൂസര പ്രയോഗത്തിലൂടെ ഓസ്ട്രേലിയനൊക്കെ ഒരുപാട് ഞെട്ടിച്ചിട്ടുള്ള ഒരാളാണ് ഹർഭജൻ സിംഗ്. പക്ഷെ ദൂസരയുടെ ഒരു തുടക്കം ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചപ്പോഴേക്കും സ്പിൻ ബൗളറാണ് അനിൽ കുംബ്ലെ. ഇമ്രാൻഖാൻ സ്പിൻ അറിയാൻ എങ്കിൽ പോലും ഒരു ഓൾറൗണ്ടർ ലെവലിലാണ് വരിക. ശ്രീശാന്ത് നമ്മുടെ വളരെ അഭിമാനകരമായ ഒരു ഫാസ്റ്റ് ബോളറാണ്. പക്ഷേ സക്ലൈനാണ് ആ പാകിസ്ഥാൻ നിരയിൽ വളരെ ശക്തമായിട്ട് വന്നിരുന്നത്. പ്രയോഗം കൊണ്ടുവന്ന സ്പിൻ ബൗളർ മുഷ്താഖ് തന്നെയാണെന്നാണ് പറയുന്നത് അല്ലേ? പച്ചക്കുതിര ഏതാണ് ശരിയായ ഉത്തരം? സി സക്ലൈൻ മുഷ്താഖ് തന്നെയാണ് ശരിയായ ഉത്തരം. ദൂസര, തീസര എന്നീ പേരുകളിൽ ബൌളിംഗ് രീതി കൊണ്ടുവന്നത് അദ്ദേഹം തന്നെയാണ്. പാകിസ്ഥാനി ക്രിക്കറ്ററാണ്. ഓക്കെ, അപ്പോൾ 2000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിച്ചു കഴിഞ്ഞു. അടുത്ത ചോദ്യം 4000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങളാണ് സമ്മാനമായി നൽകാൻ പോകുന്നത്. ചോദ്യത്തിലേക്ക് പോകാം. തീർച്ചയായും. പച്ചക്കുതിര മൂന്നാമത്തെ ചോദ്യം. ദി ഗെയിംസ് ഓഫ് എമർജൻസി ഏത് കാർട്ടൂണിസ്റ്റ് രചിച്ച പുസ്തകമാണ്? ദി ഗെയിംസ് ഓഫ് എമർജൻസി ഏത് കാർട്ടൂണിസ്റ്റ് രചിച്ച പുസ്തകമാണ്? പച്ചക്കുതിര ഓപ്ഷൻ: എ ആർ.കെ. ലക്ഷ്മൺ, ബി ശങ്കർ, സി അബു എബ്രഹാം, ഡി ജി അരവിന്ദൻ. Your time begins. 30 സെക്കൻഡുകളുണ്ട്. ദി ഗെയിംസ് ഓഫ് എമർജൻസി. സി ആണ്, സി അബു എബ്രഹാം. ഓപ്ഷൻ സി അബു എബ്രഹാമാണ് ഈ പുസ്തകം രചിച്ചതെന്നാണ് പറയുന്നത്. പച്ചക്കുതിര ഞങ്ങൾ കൺഫേം ചെയ്യുന്നു ഓപ്ഷൻ സി അബു എബ്രഹാം. ദി ഗെയിംസ് ഓഫ് എമർജൻസി എന്ന പുസ്തകം രചിച്ചത് അബു എബ്രഹാം ആണെന്നാണ് പറയുന്നത്. പച്ചക്കുതിരോട് ചോദിക്കാം. ജി അരവിന്ദനോ ശങ്കറോ ആർ.കെ. ലക്ഷ്മണോ ആണെങ്കിൽ ആകാതിരിക്കട്ടെ. മായക്ക് വിഷമാവോ? വിഷമമില്ല, സന്തോഷമേ ഉള്ളൂ. സന്തോഷം മാത്രമേ ഉള്ളൂ. ഓക്കെ, എനിക്കിത് അത്ര കറക്റ്റ് അല്ലായിരുന്നു. മായക്കാണത് അറിയുന്നത്. പച്ചക്കുതിര ഏതാണ് ശരിയായ ഉത്തരം? അബു എബ്രഹാം
ശരിയായ ഉത്തരമാണ്. ഏതായാലും ഒരുപാട് കുട്ടികളെ കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ഇവിടെ വന്നിരുന്നിട്ട് ഈ ഒരു ചോദ്യത്തിന് തെറ്റായ ഉത്തരം പറഞ്ഞു പോയാൽ വലിയ നാണക്കേടാവും അല്ലേ? അപ്പൊ ആലോചിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തിയത് വലിയ കാര്യം തന്നെയാണ്. അബു എബ്രഹാം ശരിയായ ഉത്തരമാണ്. 1970 ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രത്യേക പുരസ്കാരം നേടിയിട്ടുള്ള ആളാണ് അദ്ദേഹം. അബു ഓൺ ബംഗ്ലാദേശ്, അറൈവൽസ് ആൻഡ് ഡിപ്പാച്ചേഴ്സ് എന്നിവ അദ്ദേഹത്തിന്റെ തന്നെ മറ്റു കൃതികളുമാണ്. അപ്പോൾ അബു എബ്രഹാം ശരിയായ ഉത്തരമാണ്. അപ്പോൾ 4000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു ഡോക്ടർ? എന്തെങ്കിലും സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് എന്റെ രൂപത്തിലോ പെരുമാറ്റത്തിലോ തോന്നുന്നുണ്ടോ? കുറെ പ്രശ്നങ്ങൾ തോന്നുന്നുണ്ട്. എന്തൊക്കെയാണ്? എല്ലാം തുറന്നു പറയാനുള്ളൊരു സാഹചര്യം പച്ചക്കുതിര അനുവദിക്കുകയാണെങ്കിൽ പറയാവുന്നതാണ്. തീർച്ചയായിട്ടും. ഇവിടെ എല്ലാം ഞാനൊരു തുറന്ന പുസ്തകം പോലെയാണ്. എനിക്ക് എന്ത് പ്രശ്നമുണ്ടെന്ന് ഡോക്ടർക്ക് തോന്നിയാലും ഈ ലോകത്തിരിക്കുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്ക് കേൾക്കുന്നതിൽ എനിക്ക് സന്തോഷമാണ്. അതിനകത്തൊരു രഹസ്യ സ്വഭാവം വെക്കേണ്ട കാര്യമില്ല. ഡോക്ടർ തുറന്നു പറഞ്ഞോളൂ. അതിനകത്ത് സ്വാഭാവിക ചോദ്യം ഒരു വലിയ വിശാലമായ മനസ്സിന്റെ ഭാഗമാണ്. പക്ഷെ എനിക്കൊരു രണ്ട് കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മളൊരാളോട് ഒരു മറുപടി കൊടുക്കുമ്പോൾ അയാളുടെ മാനസികാവസ്ഥയും കൂടെ നമ്മൾ നോക്കണം. ഒരു കലാകാരനാണ്, ഈ ഒരു ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളിപ്പോൾ ഷോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ചോദ്യം വളരെ കൃത്യമായ ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ചോദ്യമാണോ അതോ ജസ്റ്റ് ഒരു ഇല്ല വാക്കുകൾ മാത്രം മതിയാവോ? അല്ല, വളരെ കൃത്യമായ ഉത്തരമാണ് വേണ്ടത്. പക്ഷേ ഒരുപക്ഷെ ഞാൻ ചില കാര്യങ്ങൾ തീർച്ചയായും കണ്ടതിലുണ്ട്. ഏതൊരു വ്യക്തിക്കും നെഗറ്റീവ്സ് ഉണ്ട്, പോസിറ്റീവ്സ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, നമ്മൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു ഷോ നടത്തുന്ന ആൾക്കും ഉണ്ടാകാം. പക്ഷെ ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു വിഷമാകും? ഒരിക്കലുമില്ല. തുറന്നു പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയുകയും ചെയ്യാം. പക്ഷെ ഒരു വാക്ക് നൽകണം. അത് കേട്ടതിന് ശേഷം വ്യക്തി ജീവിതത്തിലോ അല്ലെങ്കിൽ മറ്റൊരു തലങ്ങളിലോ അതൊരു എന്നാലും ആ ഷോയിൽ വന്നപ്പോൾ അദ്ദേഹം ഓപ്പണായിട്ട് പറഞ്ഞല്ലോ, നമുക്കതൊരു ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത്രയും ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, എന്റെ ഏത് പ്രശ്നം ഡോക്ടർ തുറന്ന് പറഞ്ഞോളൂ. എങ്കിലും എനിക്ക് ചിലത് പറയാനുണ്ട്. എന്തിനും ഒരു സമയം വിധിച്ചിട്ടുണ്ട് ഡോക്ടർ. അതെ, അപ്പൊ അത് ഇന്ന് പറയാനല്ല അതിന് സമയമുള്ളത്. അത് അടുത്ത ദിവസം വരെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ അറിയാം എന്റെ മാനസിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്. ഏതായാലും എനിക്കൊരു ക്ലയന്റ് കൂടെ ആയതിൽ സന്തോഷമുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലല്ലേ ക്ലയന്റിന്റെ ആവശ്യമുള്ളൂ? അല്ലല്ല, നമുക്ക് നോക്കാം. ഡോക്ടർ പറയട്ടെ എന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന്. അതിന്റെ ഉത്തരവും ഞാൻ അടുത്തവണ പറയാം. ആരാണ് യഥാർത്ഥ ക്ലയന്റ്, എങ്ങനെയാണ് ഒരാൾ ക്ലയന്റായി മാറുന്നത്, മാനസിക അസ്വസ്ഥതകൾ ഉണ്ടായിന്നോർത്ത് അയാൾ ഒരു പ്രശ്നക്കാരനാവുന്നില്ല. ഉത്തരം ഞാൻ പറയാം. വളരെ സന്തോഷം ഡോക്ടർ വന്ന് പങ്കെടുത്തതിൽ. മത്സരത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിനേക്കാൾ ഒരുപാട് പ്രാധാന്യമുള്ളതാണ് ഡോക്ടർ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിഷയങ്ങൾ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാം. വളരെ സന്തോഷം ഡോക്ടർ വിപിൻ ആൻഡ് മായ. താങ്ക് യു.